അഴിമതിരഹിത സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന സംസ്ഥാനം എന്നൊക്കെ ഉത്തർപ്രദേശ് അറിയപ്പെടണമെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആഗ്രഹം. അത്തരത്തിലുള്ള പ്രചാരണങ്ങളും യോഗി ഭരണത്തിലേറിയ നാൾ മുതൽ നടത്തിവരുന്നുണ്ട്. നടക്കുന്നത് പക്ഷേ മറിച്ചാണ്. അടുത്തിടെ കൈക്കൂലി കേസിൽ ഒരു IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതും അതിന്റെ സമീപകാല ഉദാഹരണമാണ്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് ഒരു BJP MLA തന്നെ നടത്തിയ ഗുരുതര പ്രതികരണങ്ങളാണ്. 2021 തന്നെ ഉത്തർപ്രദേശ് അഴിമതിരഹിതമായി മാറിയെന്നായിരുന്നു യോഗിയുടെ അവകാശവാദം. എന്നാൽ ലക്നൌവിൽ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസ് പുറത്തു വന്നത് യോഗി ആദിത്യനാഥിന്റെ ആ പ്രതിച്ഛായയിൽ വലിയ വിള്ളനാണ് വീഴ്ത്തിയത്. പിന്നാലെ ഇതുവരെയുള്ളതിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാർ എന്ന ആരോപണം ഉയർത്തി ഗാസിയാബാദിൽ നിന്നുള്ള BJP MLA നന്ദ് കിഷോർ ഗുർജാർ തന്നെ രംഗത്തെത്തിയതും പ്രഹരം ഇരട്ടിയാക്കി. UP-യിലെ യോഗി ഭരണത്തിൽ അഴിമതി അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. അഴിമതി മുക്ത ഉത്തർപ്രദേശ് എന്നത് വെറും തട്ടിപ്പാണെന്നും സംരംഭക സൗഹൃദത്തിന്റെ പേരിൽ അഴിമതിയും കൈക്കൂലിയും കൊടികുത്തി വാഴുകയുമാണെന്നാണ് ഭരണമുന്നണി അംഗമായ നന്ദകിഷോർ ഗുർജാറിന്റെ പ്രസ്താവന. 2017 മുതൽ ഉത്തർപ്രദേശിലെ വോട്ടർമാർക്ക് യോഗി ആദിത്യനാഥ് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് അഴിമതിരഹിത സംസ്ഥാനം. അതിനിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് യോഗിയുടേതെന്ന് BJP MLA തന്നെ ആരോപിക്കുന്നത്. മാർച്ച് 21 നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗുർജാറിന്റെ വിമർശനങ്ങൾ. ഉത്തർപ്രദേശിൽ നടന്നതുപോലെ അഴിമതി രാജ്യത്ത് എവിടെയും നടക്കുന്നില്ല, എന്നാൽ രാമരാജ്യം ഉണ്ടെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്നതെന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചതോടെ സർക്കാരിന് ഒരു വലിയ നാണക്കേടാണ് ഗുർജാർ ഉണ്ടാക്കിയത്. സർക്കാരിനെതിരെ ലോണിയിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ MLA-യുടെ അനുയായികൾ പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു. ഇതിനു പിന്നാലെ കീറിയ കുർത്തയും അണിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു ഗുർജാറിന്റെ കുറ്റപ്പെടുത്തലുകൾ. ഇതാദ്യമായല്ല സർക്കാരിനെതിരെ ഗുർജാർ രംഗത്തെത്തുന്നത്. യോഗി ആദിത്യനാഥ് സർക്കാർ ഭരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഓരോ ദിവസവും 50,000 പശുക്കൾ കൊല്ലപ്പെടുന്നുവെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പശുക്കളുടെ ക്ഷേമത്തിനായുള്ള ഫണ്ട് ഉദ്യോഗസ്ഥർ വിഴുങ്ങുകയാണെന്നും എല്ലായിടത്തും കൊള്ളയാണ് നടക്കുന്നതെന്നുമായിരുന്നു അന്നത്തെ വിമർശനം. ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രസംഗിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഭരണകക്ഷി MLA-യുടെ ആരോപണം എന്നതും പ്രസക്തമാണ്. ഗുർജാറിന്റെ വിമർശനങ്ങളുടെ ചൂട് പിടിച്ചെത്തിയ സമാജ്വാദി പാർട്ടി നേതാവും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവും വലിയ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ അഴിച്ചുവിട്ടത്. BJP-യുടെ ഭരണത്തിൽ അനീതിയും അഴിമതിയും നിറഞ്ഞു നിൽക്കുന്നത് BJP MLA-മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുവെന്നായിരുന്നു അഖിലേഷ് പറഞ്ഞത്. അതിന്റെ പേരിൽ അവരെ പുറത്താക്കുമോ എന്നും അഖിലേഷ് ചോദിച്ചു. സംഭവം കൈവിടുമെന്നായതോടെ അഴിമതിരഹിത UP-ക്കായി പുതിയ പദ്ധതികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് യോഗി ആദിത്യനാഥ്. ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടിയില്ലെങ്കിലും അഴിമതിരഹിത സംസ്ഥാനം എന്ന മോഹന വാഗ്ദാനം ആവർത്തിച്ച് തൽക്കാലം തലയുരിയിരിക്കുകയാണ് സർക്കാർ. ലക്നൌവിൽ നിന്നുയർന്ന കൈക്കൂലി കേസിന്റെ പശ്ചാത്തലത്തിൽ അഴിമതിക്കെതിരെ ഒരു പുതിയ പ്രചാരണം തന്നെ ആരംഭിക്കാൻ പദ്ധതിയിടുകയാണ് യോഗി. അഴിമതി എന്ന ചിതൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിള്ളൽ വീഴ്ത്തുകയാണെന്നും പൂർണ്ണമായും അവയെ തുടച്ചു നീക്കുമെന്നും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു.